പഠനം പാതിവഴിയിൽ നിർത്തി ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തെ സഹായിച്ചിരുന്ന ചന്തു ജാബിലി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. തുടക്കത്തിൽ വഴക്കുകളോട് തുടങ്ങിയ അവരുടെ സംസാരം പിന്നീട് പതിയെ പ്രണയത്തിലായി മാറുന്നു. അവർ തമ്മിൽ കാണുകയും സമയം ചിലവഴിക്കുകയും ചെയ്തപ്പോൾ ആ ബന്ധം ഇരുവർക്കും വളരെ വിലപ്പെട്ടതായിരുന്നു. പക്ഷേ ജാബിലിയുടെ വീട്ടിൽ ശക്തമായി സ്വാധീനമുള്ള മംഗപതി ഈ ബന്ധം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഒരു ദിവസം ജാബിലി ചന്തുവിന്റെ വീട്ടിലെത്തിയപ്പോൾ മംഗപതി പോലീസിനെ കൂട്ടിക്കൊണ്ട് അവിടെ എത്തി. യാതൊരു സത്യവുമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തി മൈനർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു എന്ന് ആരോപിച്ച് ചന്തുവിനെ അറസ്റ്റ് ചെയ്തു. പണം കൊണ്ട് പോലീസിനെയും വക്കീലിനെയും സ്വാധീനിച്ച് കേസ് മുഴുവൻ അവനെതിരെ തിരിച്ചു. ജാമ്യം പോലും ലഭിക്കാത്ത ദിവസങ്ങൾ മാസങ്ങളായി മാറി. കള്ളസാക്ഷികളും കെട്ടിച്ചമച്ച തെളിവുകളും ചന്തുവിനെതിരെ ജീവിതം തകർത്തു. അയാൾ ഒരു ജാതിപരകനായിരുന്നു. അതേസമയം അവസാന വിചാരണ അടുത്തെത്തുമ്പോൾ തേജ എന്ന വക്കീൽ ഈ കേസ് ഏറ്റെടുക്കുന്നു. ആദ്യം അവനും വിശ്വാസമില്ലായിരുന്നു. സത്യത്തെ കണ്ടെത്താൻ അവൻ ശ്രമിക്കുന്നു. കോടതിയിൽ ഓരോ തെളിവും പരിശോധിച്ച് കള്ളസാക്ഷികളെ ചോദ്യം ചെയ്ത് വ്യാജ ആരോപണങ്ങളെ തകർത്തുകൊണ്ട് തേജ മുന്നോട്ട് പോകുന്നു. കേസിൽ ഒരു പ്രധാന വഴിത്തിരിവായി ഒരു വീഡിയോയിൽ ചന്തുവും ജാബിലിയും ഒരുമിച്ച് ഒരു മുറിയിലേക്ക് പോകുന്നത്. അതിനെ ഉപയോഗിച്ച് എതിർവശം അവരെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നു. ചില നിമിഷങ്ങൾക്കായി സത്യവും സംശയവും തമ്മിൽ കുടുങ്ങിയെങ്കിലും അവസാനം ജാബിലിയുടെ അമ്മ അവളെ കോടതിയിലേക്ക് എത്തിക്കുന്നു. അവൾ കോടതിയിൽ വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ ദിവസം അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വെറും പ്രണയത്തിന്റെ ഒരു നിമിഷം മാത്രമായിരുന്നെന്ന് അവർ പറയുന്നു. ഈ വെളിപ്പെടുത്തലോടെ എല്ലാം മാറി. കോടതി ചന്തുവിനെ വെറുതെ വിടുന്നു. എല്ലാ കഷ്ടപ്പാടുകൾക്ക് അപ്പുറം അവരുടെ പ്രണയം വിജയിക്കുന്നു. ഇനി ആരും അവരെ വേർപെടുത്താൻ കഴിയാത്ത വിധം അവർ ഒന്നായി മാറുന്നു.